റോഡരികിൽ മാലിന്യം തള്ളുന്ന സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നാട്ടുകാർക്ക് ദുരിതമാവുകയാണ്. കൂടാളി പഞ്ചായത്തിലെ കൊളപ്പയിലാണ് ഈ പ്രശ്നം ഉള്ളത്. മാലിന്യമുക്ത കേരളം, വലിച്ചെറിയൽ മുക്ത കേരളം എന്നൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രഖ്യാപനങ്ങൾ. എന്നാൽ ആ പ്രഖ്യാപനമൊക്കെ കാറ്റിൽ പറത്തുന്നതാണ് കൂടാളി പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിലെ അവസ്ഥ. തീർത്തും ഭയാനകരമാണ് ചില മേഖലകളിൽ. കാരണം മാലിന്യ കൂമ്പാരമായി ചില മേഖലകൾ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അത്യന്തം ഗൗരവമേറിയ ഒരു വിഷയമാണ്. കാരണം ഒരുപാട് വേസ്റ്റുകൾ കൊളപ്പ, ചൊക്ക, റോഡ് പരിസരങ്ങളിലൊക്കെ അലക്ഷ്യമായി വലിച്ച് ഒരുപാട് കടകളിലെ വേസ്റ്റുകൾ എല്ലാം തന്നെ വേസ്റ്റ് കുമാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ എന്ത് നടപടിയാണ് ഈ പ്രദേശത്ത് എടുക്കുന്നത് എന്നൊരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുക. കാരണം പല പ്രദേശങ്ങളിലും ഈ കൂടാളി തൊട്ട് പഞ്ചായത്ത് മുതൽ കൊളപ്പ വരുന്ന പ്രദേശങ്ങളിൽ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും, ഇരുവശങ്ങളിലും മാലിന്യം കൂമ്പാരങ്ങൾ പല ആളുകളും റോഡ് നടപ്പാതകളിലും റോഡുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടുവരാം. പഞ്ചായത്ത് ഇടപെട്ട് ഈ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാക്കണമെന്നാണ് നാട്ടുകാർക്ക് നമ്മൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മാലിന്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം നടന്നിട്ട് ഏകദേശം 2 വർഷത്തോളമായി. എന്നിട്ടും ഈ റോഡ് സൈഡിൽ ആയിപ്പുഴ മുതൽ ഏകദേശം നായാട്ടുവര വരെയുള്ള റോഡ് സൈഡുകളിൽ ഇപ്പോഴും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. അതിനെതിരെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. നമ്മൾക്ക് മാലിന്യം നീക്കം ചെയ്യുന്നതിന് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നെങ്കിലും നമ്മൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടും വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് നമ്മളുടെ അഭിപ്രായം. അതിന് തക്കതായ കാരണങ്ങളുണ്ട്. അവർ വണ്ടിയിലൊക്കെ വന്ന് ഈ റോഡ് സൈഡിലൊക്കെ വളരെ മ്ലേച്ഛമായ രീതിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുകയും ക്യാമറ സ്ഥാപിച്ചതാണെങ്കിൽ CCTV ക്യാമറ സ്ഥാപിച്ച് അതിനെതിരെ നല്ല നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാരെന്നവർക്ക് നമുക്ക് പറയാനുള്ളത്. ചൊക്രാമ്പളം മുതൽ ആയിപ്പുഴ മുതൽ കൊളോളം വരെയുള്ള മാലിന്യത്തിൻ്റെ പ്രശ്നം ഭയങ്കര രൂക്ഷ പ്രശ്നങ്ങളാണ്. ഈ പഞ്ചായത്ത് നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ കാലങ്ങളായി. ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇവിടെ CC ക്യാമറ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെ. പക്ഷേ അത് വർക്കാണോ എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർത്തും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. ആളുകൾ നാട്ടിലുള്ള ആളുകളല്ല, കാരണം ദൂരെയുള്ള ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ വേസ്റ്റുകൾ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആളുകളില്ലാത്ത ആൾ സഞ്ചാരമില്ലാത്ത പ്രദേശങ്ങളിൽ ചാക്കുകെട്ടിന് കെട്ടായിക്കൊണ്ടാണ് ഈ പ്രദേശങ്ങളിലൊക്കെ നിക്ഷേപിക്കുന്നത്. വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ, പകർച്ചവ്യാധികൾ ഉൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുകയും ഇത് അടിയന്തര ഇടപെടൽ നടത്തേണ്ടത് അത് അത്യന്താപേക്ഷിതമാണ്. കാരണം വലിയ പകർച്ചവ്യാധികൾ മുതലായ പല വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം എന്നുള്ള ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുകയാണ്. AJN ന്യൂസിന് വേണ്ടി കൊളപ്പയിൽ നിന്നും ക്യാമറമാൻ ആരോമലിനൊപ്പം അഫ്ലഹ്.